2026 രാജ്യസഭ കാത്തിരിക്കുന്നത് സുപ്രധാന പുനഃസംഘടനയ്ക്കാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി, മുൻ പ്രധാനമന്ത്രി എച്ച്.ഡി. ദേവഗൌഡ എന്നിവരാണ് അടുത്ത വർഷത്തോടെ രാജ്യസഭയിൽ കാലാവധി അവസാനിച്ച് MP സ്ഥാനമൊഴിയുന്നത്. രാജ്യസഭയിലെ 245 സീറ്റുകളിൽ 75 എണ്ണത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം ഏപ്രിൽ, ജൂൺ, നവംബർ എന്നീ മാസങ്ങളിൽ നടക്കും. ഇതിൽ 233 സീറ്റുകൾ സംസ്ഥാന നിയമസഭകളുടെ തെരഞ്ഞെടുപ്പിലൂടെ നികത്തുമ്പോൾ ശേഷിക്കുന്ന 12 സീറ്റുകൾ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു. ഖാർഗെയും ദേവഗൌഡയും കർണാടകയിൽ നിന്നാണ് രാജ്യസഭയിലെത്തിയത്. ഉത്തർപ്രദേശിൽ നിന്നുള്ള മന്ത്രിമാരായ ഹർദീപ് സിംഗ് പുരി, BL വർമ്മ എന്നിവർ 2026 നവംബർ 25-ന് വിരമിക്കും. കൂടാതെ സംസ്ഥാനത്ത് നിന്നുള്ള മറ്റ് 8 പേരും വിരമിക്കും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് BJPയിൽ ചേർന്ന കോൺഗ്രസ് വിട്ട രവ്നീത് സിംഗ് ബിട്ടുവും അടുത്ത വർഷം കാലാവധി അവസാനിക്കുന്നവരിൽ ഉൾപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാലാവധി 2026 ജൂൺ 21-ന് അവസാനിക്കും. മധ്യപ്രദേശിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, മുതിർന്ന കോൺഗ്രസ് നേതാവായ ദിഗ്വിജയ് സിംഗ് എന്നിവരും അതേ ദിവസം തന്നെ വിരമിക്കും. 2026 ഏപ്രിലിൽ മഹാരാഷ്ട്രയിൽ 7 സീറ്റുകൾ ഒഴിവുവരും. ശരത് പവാർ, അതായത് NCPയുടെ SP വിഭാഗം, പ്രിയങ്ക ചതുർവേദി, ശിവസേന UBT വിഭാഗം, കേന്ദ്രമന്ത്രി രാംദാസ് അത്താവാലെ തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ കാലാവധി അന്ന് അവസാനിക്കും. ജാർഖണ്ഡിൽ നിന്നുള്ള JMMന്റെ സ്ഥാപക അംഗമായ ഷിബു സോറൻ, ഗുജറാത്തിലെ ശക്തി സിംഗ് ഗോഹിൽ എന്നിവരും 2026 ജൂണിൽ വിരമിക്കും. ആന്ധ്രാപ്രദേശിൽ നിന്ന് വിരമിക്കുന്നവരിൽ സന സതീഷ് ബാബു, അതായത് TDP, YSRCP നേതാക്കളായ അയോധ്യ റാമി റെഡ്ഡി, പരിമൽ നദ്വാനി, പില്ലി സുഭാഷ് എന്നിവരും ഉൾപ്പെടുന്നുണ്ട്. തെലങ്കാനയിൽ നിന്നുള്ള MP ആയ മുതിർന്ന അഭിഭാഷകനും കോൺഗ്രസ് നേതാവുമായ അഭിഷേക് മനു സിംഗ്വിയുടെ രാജി അടുത്ത വർഷം ഏപ്രിലിലായിരിക്കും. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ബീഹാറിൽ ഡെപ്യൂട്ടി രാജ്യസഭാ ചെയർമാൻ ഹരിവംശ്, RJD നേതാക്കളായ AD സിംഗ്, പ്രേംചന്ദ്ര ഗുപ്ത, മുൻ കേന്ദ്രമന്ത്രിയായ ഉപേന്ദ്ര കശ്വാഹ എന്നിവരുടെയും കാലാവധി അവസാനിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ നിന്ന് സാകേത് ഗോഖലെ ഉൾപ്പെടെയുള്ള 5 അംഗങ്ങൾ വിരമിക്കും. മുൻ ഡെപ്യൂട്ടി ലോക്സഭാ സ്പീക്കർ തമ്പി ദുരൈ, തിരുച്ചി ശിവ എന്നിവരുൾപ്പെടെ തമിഴ്നാട്ടിൽ നിന്നുള്ള 6 നേതാക്കൾ 2026 ഏപ്രിലിൽ കാലാവധി പൂർത്തിയാകും. രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത കോട്ടയിൽ നിന്ന് വിരമിക്കുന്നത് മുൻ ചീഫ് ജസ്റ്റിസായ രഞ്ജൻ ഗൊഗോയുടേതാണ്. അദ്ദേഹത്തിന്റെ കാലാവധി 2026 മാർച്ചിൽ അവസാനിക്കും. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ അസം, അരുണാചൽ പ്രദേശ്, മേഘാലയ, മണിപ്പൂർ, മിസോറാം എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് വിരമിക്കുന്ന മറ്റ് അംഗങ്ങൾ. ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോ അംഗങ്ങളും വിരമിക്കാൻ പോവുകയാണ്. നിലവിൽ രാജ്യസഭാ ഭവന സമിതി ചെയർമാനായ ഇന്ദു ബാല ഗോസ്വാമിയും അടുത്ത വർഷം വിരമിക്കുന്നുണ്ട്. നിലവിൽ NDAക്ക് രാജ്യസഭയിൽ 129 സീറ്റുകളാണുള്ളത്. അതേസമയം പ്രതിപക്ഷത്തിന്റെ സീറ്റുകൾ 78-മാണ്.